നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള നാടറിയാം എന്ന പാഠഭാഗത്ത് PSCക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പാഠഭാഗത്ത് തന്നെയുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ മണ്ണിനങ്ങളാണ്. ഈ ഭാഗത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊരു പേര്, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് ഓപ്ഷനിൽ കാണാം. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളിതൊന്ന് ശ്രദ്ധിക്കുന്നു. ഇവിടെ ഇത് പറയാനുണ്ടായ കാരണം ഈ പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാഠഭാഗത്ത് മണ്ണ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ പുസ്തകത്തിനെക്കുറിച്ച് പരാമർശിച്ചത്. മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന അല്ലെങ്കിൽ മണ്ണ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണ് രൂപപ്പെടുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ മണ്ണ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, പിന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം. ഇത്രയുമാണ് മണ്ണ് രൂപപ്പെടുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് ഇവയാണ് പ്രധാനമായും കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. കേരളത്തിൽ വളരെ റെയറായി കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണും പീറ്റ് മണ്ണും. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണും പീറ്റ് മണ്ണും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണിന് മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇംഗ്ലീഷിൽ ചെങ്കൽ മണ്ണിനെ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് സോയിൽ. ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ 5. ലോക മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ 5. ലോക മണ്ണ് സംരക്ഷണ ദിനം ഡിസംബർ 5. മണ്ണ് സംരക്ഷണത്തിനായിട്ട് ഉള്ള ചില മാർഗങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടൽ കാടുകൾ വച്ച് പിടിപ്പിക്കുക, കയർ ഭൂവസ്ത്രം, കയ്യാല നിർമ്മാണം, തട്ടുകൃഷി. കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കയ്യാല നിർമ്മാണം, തട്ടുകൃഷി. കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. അതിൽ 3 നദികൾ കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. 44 നദികളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ 41, കിഴക്കോട്ട് ഒഴുകുന്നവ 3. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള സർക്കാർ പദ്ധതികൾ നമുക്ക് നോക്കാം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള സർക്കാർ പദ്ധതികൾ. ഇനി ഞാൻ ഒഴുകട്ടെ നിർവഹിക്കുന്നത് ഹരിത കേരള മിഷനാണ്. ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ 2 പദ്ധതികളാണുള്ളത്. മാലിന്യമുക്ത നവകേരളവും
തെളിനീരൊഴുകും നവകേരളവും. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള 2 പദ്ധതികൾ: മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം. ഹരിത കേരള മിഷൻ്റേത് ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരള മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ്റെ പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. തെളിനീരൊഴുകും നവകേരളവും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള സർക്കാർ പദ്ധതികളാണിവ. വിള വൈവിധ്യത്തെക്കുറിച്ചാണ് അത് കഴിഞ്ഞ് പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ തേയില കൃഷിയുള്ള സ്ഥലങ്ങളാണ് മൂന്നാർ, പീരുമേട്, മേപ്പാടി, വൈത്തിരി, പൊന്മുടി. ഈ സ്ഥലങ്ങളൊക്കെ ഏതേത് ജില്ലകളിലാണെന്ന് ചോദിക്കാം. മൂന്നാർ, പീരുമേട് ഇടുക്കിയിലാണ്. മൂന്നാറും പീരുമേടും ഇടുക്കിയിലാണ്. മേപ്പാടി, വൈത്തിരി വയനാടാണ്. പൊന്മുടി തിരുവനന്തപുരമാണ്. മേപ്പാടി, വൈത്തിരി വയനാടാണ്. മൂന്നാർ, പീരുമേട് ഇടുക്കിയിലാണ്. മൂന്നാറും പീരുമേടും ഇടുക്കിയിലും, മേപ്പാടിയും വൈത്തിരിയും വയനാടും, പൊന്മുടി തിരുവനന്തപുരവും. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ തേയില കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. നെൽകൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പാലക്കാടും കുട്ടനാടും. പാലക്കാട് ജില്ലയിലും കുട്ടനാടും നെൽകൃഷിക്ക് പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ നെൽകൃഷി വ്യാപകമായി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് ഓരോ ഭൂവിഭാഗത്തിലും കൃഷി ചെയ്യുന്ന ഇനങ്ങൾ നമുക്ക് നോക്കാം. മലനാട് കൃഷി ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് എന്താണ്? മലനാട്ടിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത് തേയില, ഏലം, കാപ്പി, കുരുമുളക്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ മലനാട്ടിൽ കൃഷി ചെയ്യാൻ അനുകൂലമായ സാഹചര്യമാണ് തണുത്ത കാലാവസ്ഥയും ചരിവാർന്ന ഭൂപ്രകൃതിയും. ഈ കാലാവസ്ഥ ആവശ്യമുള്ള വിളകളാണ് തേയില, ഏലം, കാപ്പി, കുരുമുളക്. തണുത്ത കാലാവസ്ഥയും ചരിവാർന്ന ഭൂപ്രകൃതിയും തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകളാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നു. വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. അപ്പോൾ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ. പിന്നെ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്നവയാണ് നെല്ലും തെങ്ങും. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എക്കൽ മണ്ണുള്ളതുകൊണ്ട് നെൽകൃഷിയും ഉപ്പുരസമുള്ള മണ്ണുള്ളതുകൊണ്ട് തെങ്ങും, കായലുകളിൽ നിന്ന് മത്സ്യകൃഷിയും. അപ്പോൾ തീരപ്രദേശത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്നത് നെല്ല്, തെങ്ങ്, മത്സ്യം. കേരളത്തിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് ഓണവും വിഷുവും. പ്രകൃതി ദുരന്തങ്ങൾ എന്താണെന്ന് നോക്കാം. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ജീവനും സ്വത്തിനും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെ പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നു. 2004 സുനാമി, 2018 പ്രളയം, 2019 കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ. ഇതൊക്കെ കേരളത്തിലുണ്ടായ ചില പ്രകൃതി ദുരന്തങ്ങളാണ്. ഇവയൊക്കെ പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നവയാണ്. 2004 സുനാമി, 2018 പ്രളയം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ. കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ്. 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ അത് ഇടുക്കി ജില്ലയിൽ. പ്രകൃതി ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ടുള്ള കുറച്ച് മുന്നൊരുക്കങ്ങൾ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ. ദുരന്തപൂർവം എന്ന് പറഞ്ഞാൽ ദുരന്തമുണ്ടാകുന്നതിന് മുന്നേയുള്ള പ്രവർത്തനങ്ങൾ. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിൽ വരുന്നതാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക എന്നുള്ളത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക, ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുകയും ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനമാണ്. ദുരന്തമുണ്ടാകുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം നോക്കാം. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ദുരന്താനന്തര പ്രവർത്തനം. ദുരന്താനന്തര പ്രവർത്തനം ദുരന്തമുണ്ടായതിന് ശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതും ഒരു ദുരന്താനന്തര പ്രവർത്തനമാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നത് ദുരന്താനന്തര പ്രവർത്തനമാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒന്നുകൂടി, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. ദുരന്ത നിവാരണ വകുപ്പ് റവന്യൂവിന് കീഴിലാണ്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.